എന്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സൂപ്പർ ബർത്ത്ഡേ ആണ്. ഇതെന്താ ഇവിടെ? ജസ്റ്റ് ഒന്ന് നിന്നെ കാണാൻ വന്നതാ. കുഞ്ഞിപ്പോ ചാടി. അങ്ങനെ നമ്മുടെ അഞ്ജലിക്കുട്ടി മുന്നിൽ വന്ന് ചാടിയിട്ടോ ഞങ്ങളെ കണ്ടുപിടിച്ചേ. അങ്ങനെ നമ്മള് തമ്മിൽ കണ്ടുപിട്ടിട്ടോ എല്ലാം പൊളിഞ്ഞ് കേസിന്റെ ഒരാള് കൊട പറിച്ചിവിടെ ഇരിക്കുക. എല്ലാരും അങ്ങനെ കണ്ടുമുട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും അറിഞ്ഞേട്ടോ ഞാൻ വീഡിയോ എടുക്കാന്നുള്ളതൊക്കെ. ഐസ് ഒന്ന് മാസ്ക് വയ്ക്കൊന്ന് കാണിക്കാം. ഇതാട്ടോ ഐശ്വര്യ, ഇതായിട്ട് എടി നിനക്ക് ചേച്ചി ഗിഫ്റ്റ് തരാൻ വന്നിട്ടുണ്ട്. അവിടെ വെയിറ്റ് ചെയ്യുക, കുറേ നേരമായി. ശരിക്കും വിശ്വാസമല്ല? തരുവാണെങ്കിലോ വാങ്ങിക്കോ? പാവം ചേച്ചി കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. നീ പോവും കുട്ടേ. കുറേ നേരമായി വന്നിട്ട്. ഞങ്ങൾ എത്ര നേരം വരെ വന്നിട്ട് അവിടെ ഇരിക്കുന്നു. നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്യുന്നു ചേച്ചി നിനക്ക് വേണ്ടി. കുട്ടീൻ്റെ റോസും കിട്ടി. അങ്ങനെ ബർത്ത്ഡേ ആയ കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ്. ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ്? വിചാരിച്ചായിരുന്നു അങ്ങനെ ഗിഫ്റ്റ് കിട്ടുമെന്ന്? ഞാൻ ഉണ്ടാക്കിയ ഗിഫ്റ്റാ. ഞാൻ ഉണ്ടാക്കിയ ഗിഫ്റ്റ് ഉണ്ടോ ഗീസ് എടുക്കാൻ വേണ്ടിയിട്ട്? എടുത്തെടുക്ക. എവിടെ എടുത്തെടുക്ക? ഞങ്ങളെടുത്താട്ടോ ഇപ്പൊ ഫോട്ടോ എടുക്കാനൊക്കെ പറഞ്ഞത്. വിദ്യമ ഭയങ്കര ഫോട്ടോഗ്രാഫറാണ്. ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഗീസ്. എന്താവും അറിയത്തില്ല. എനിക്ക് 100 കൂടുതലാണ്. അഞ്ജലിന്റെ കാര്യം എന്താ പറഞ്ഞേ? ഈ അടുത്ത് കല്യാണം. 25 വയസ്സായി. പിന്നെ എനിക്ക് പുറത്ത് പോകാണ്ട് എന്നോട് ഡ്രൈവിംഗ് പെട്ടെന്ന് പഠിച്ചിട്ട് എന്താ പുതിയ വണ്ടി എടുക്കാൻ. കേക്ക് മുറിക്കാൻ പോവാം. അയ്യോ ആ ചേച്ചി ഒട്ടും പ്രതീക്ഷിച്ചു. ഇങ്ങോട്ടൊക്കെ വരുന്നത് ഈ ചേച്ചി എന്റെ നേരെ വരുന്നത്. ഫോൺ പോയ 30,000 രൂപ തരണം. അത്ര ഇത് ഇവളുടെ ഫോണാണോ? ഇവിടെ പുതിയ ഫോണാട്ടോ. 30,000 ഫോണൊക്കെ സ്റ്റാൻഡ് ഒന്നല്ലേ? അത്യാവശ്യം സ്റ്റാൻഡേർഡ് സ്റ്റാൻഡാ. അതെ. കുട്ടി കേക്ക് കണ്ടിട്ട് ഭയങ്കര അത്ഭുതപ്പെട്ടോണ്ടിരിക്കുക കേട്ടോ. അവിടെ സ്വന്തം പേരാണോ നോക്കട്ടെ. അഞ്ചു തന്നെയല്ലേ നിന്റെ പേര്? ആരൊക്കെ 5 പച്ചത്തവളന്നായിരുന്നു എഴുതണ്ടേ. ഞാൻ 5 എലിന്നായിരുന്നു എഴുതാൻ വേണ്ടി ഉദ്ദേശിച്ചത്. പക്ഷെ വേണ്ട വെച്ച് പാവല്ലേ. കുട്ടി മുറിക്കട്ടെ. കേക്ക് മുറിക്കുന്നതിന് അവൾക്ക് നെല്ലിക്കും കൂടെ വേണം. സമ്മതം ചോദിച്ചാലേ മുറിക്കുള്ളൂ. പ്രാവശ്യം പോലെ എന്നെ വിഷ് ചെയ്തില്ല. ഞാൻ എന്നിട്ട് അശ്വതിനെയും കൃപാലിനെയൊക്കെ വിളിച്ചു പറഞ്ഞു. അവളുമാരൊന്ന് വീഡിയോ കോൾ ചെയ്യേ. 1 മിനിറ്റ് ഞാൻ എന്നിട്ട് പറഞ്ഞു വിദ്യ എന്നെ വിളിച്ചിട്ട് സീസറുണ്ട്, അവൾ എന്നെ വിഷ് ചെയ്തില്ല എന്നൊക്കെ പറയാം. വീഡിയോ കോൾ ചെയ്യട്ടോ. കൃപു ഡ്യൂട്ടിക്ക് എടുക്കണം. വീഡിയോ കോൾ ചെയ്യുവാണ്. ശിവാനിനെ വിളിക്കാം. കോൾ ചെയ്തിട്ട് എടുക്കാൻ കുട്ടി കേക്ക് മുറിക്കട്ടോ. ഞാൻ കുറെ വീഡിയോ എടുക്കാൻ കുട്ടി അതിന്റെ ഇടയിൽ പട്ടീനെ ഓടിക്കാൻ പോന്നിട്ട് കേട്ടോ. കുട്ടി കൊറേ നേരം കേക്ക് മുറിക്കാണ്ട് പട്ടീനെ ഓടിക്കാൻ പോവാ. ഹാപ്പി ബർത്ത്ഡേ ടു യു,
Happy birthday to you. Happy birthday to you, Anjali. Happy birthday to you. Bless you, dear. Happy birthday to you. ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ പോകട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ. കുട്ടിക്ക് ഒരു കുട്ടിയെടുപ്പ് കാണിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇഷ്ടപ്പെടുവോന്ന് അറിയത്തില്ല. ഇഷ്ടായോ? എനിക്കും കൂടി തിരിച്ചു പിടിക്ക്. അതാ അതിൽ കേക്കാക്കി. കുട്ടിക്ക് ഫോൺ കോള് വന്നിട്ട് ഇടയ്ക്ക് പോകാൻ നിൽക്കുക. ഇഷ്ടമായി അഞ്ജലി? ഇഷ്ടമായി. സൂപ്പർ. ഇതാരാ സെലക്ട് ചെയ്തേ? നീയാണോ? വിജയാവുമ്പോ കല്യാണത്തിന് മുമ്പ് ഇടാൻ ഏത് ഡ്രസ്സിലെന്ന് വെച്ചാൽ കൺഫ്യൂഷൻ. ഈ 360 തരാം. എനിക്ക് കോള് വരാറുണ്ടല്ലോ. എടി അത് സൂസുവാടി. അറിയായിരുന്നോ? അതിലെ കാരണം നിങ്ങൾ വരുന്ന എനിക്ക് അറിയേയില്ല. ഇവിടെ വിളിച്ചപ്പോ തന്നെ നിങ്ങൾ ഫോൺ എടുത്തില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചത് നിങ്ങളൊക്കെ ഡ്യൂട്ടിയിലായിരിക്കും, തിരക്കായിരിക്കും എന്നൊക്കെ. ഈ പട്ടി എന്നെ വിളിച്ചിട്ട് ചീത്ത പറയല്ലാണ്ട് എന്നെ വിഷ് ചെയ്ത് പോലില്ല. അപ്പൊ എനിക്ക് സങ്കടമായിട്ടുണ്ടായിരുന്നു. നീ ഇന്നലെ വിളിച്ചിട്ട് കുറെ ചീത്ത പറഞ്ഞിട്ടല്ലേ ഫോൺ വെച്ചത്. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. ഞാൻ 12 മണി ഇരുന്നപ്പോ 12 മണിക്ക് ഒരു മെസ്സേജ് ഇവിടെ എന്തായാലും കാണുന്ന ഒരു സെക്കൻഡ് വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാൻ വിഷ് ചെയ്തേനെ. വിളിക്കാൻ പോയിരുന്നു. എന്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സൂപ്പർ ബർത്ത്ഡേ ആണ്. ഇല്ല, പക്ഷെ ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. നിങ്ങൾ വരുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പിന്നെ ഇവിടുന്ന് കേക്ക് മുറിക്കുന്ന ബീച്ചിലേക്ക് വരുന്നേ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ വെറുതെ അമ്പലത്തിൽ പോകാൻ തന്നെ ഞാൻ മടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഇവിടെ നിർബന്ധിക്കാൻ അമ്പലത്തിൽ പോയത്. ബീച്ചിലേക്ക് വരുന്നേ അറിയില്ലായിരുന്നു. ഇവിടെ ഓട്ടോ നിർത്തിയപ്പോഴാണ് ഞാൻ ബീച്ചിലേക്കാന്ന് തന്നെ അറിഞ്ഞത്. പിന്നെ നിങ്ങൾ വരുന്നോ ഗിഫ്റ്റ് തരുന്നോ കേക്ക് മുറിക്കുന്നോ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സന്തോഷമായോ? താങ്ക് യു. ചെയ്യുന്നതിന് മുന്നേ കൊണ്ടുപോയി 1.5 മണിക്കൂർ ഫയൽ കൊണ്ടു കൊടുക്കും. കേക്ക് തുറന്നിട്. കാക്കാത്തിട്ടാലോ? കാക്കാത്തിട്ടാലോ? ഫോട്ടോ അമ്മി കാക്ക കാക്ക അപ്പിയൊന്നുമില്ല. ഫോട്ടോ കഴിക്കൂല. അതിനെ കഴിക്കാത്തോണ്ടാ ഇതായി കിട്ടി. ചേച്ചി ഇത്തിരി കഷ്ടപ്പെട്ട് തിരക്ക് ഗിഫ്റ്റ് തന്നാ. അയ്യോ അതിലെങ്ങനെ കൊടുക്കുക? അലിഞ്ഞു പോവാ. ചേച്ചിക്ക് ഇവിടെ അടുത്ത് റൂമുണ്ടോ? എവിടെയാ? ഇവിടെ തന്നെയാ? കൊണ്ടുവച്ചിട്ട് വന്നോ? കൊണ്ടുവച്ചിട്ട് വന്നോ? ഞങ്ങളെങ്ങനെ ഖദീജ ചേച്ചിക്ക് കൊടുത്തിട്ട് വന്നു കേക്ക്. ഈ കൊറോണ ആയതുകൊണ്ട് എല്ലാവർക്കും മടിയാണ് വാങ്ങിക്കാൻ കേക്ക്. അതാ ഇങ്ങനെ പഴയ സ്ഥലത്തേക്ക് തന്നെ വന്നു കേട്ടോ. കാണാനുള്ള സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് പോവാണ്. ഇവിടെ ഒരാൾ കേക്കൊക്കെ ബാക്കി കൊണ്ടാകാൻ നിൽക്കുക. നമ്മൾ എല്ലാവരും ഇങ്ങനെ പോവുക കേട്ടോ. ഭയങ്കര വെയിലായിട്ട് ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല. നല്ല വെയിലാണ് കേട്ടോ. നിന്നെ ഞാൻ മിക്കവാറും പരത്തിനോ കാര്യം പറഞ്ഞേക്കാം. ഇവിടെ എനിക്ക് സൈക്കിൾ പറ്റുന്നില്ല. ഫോട്ടോ എടുക്കുന്നില്ല.
ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ്റ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. കുട്ടിയുടെ വീഡിയോ എടുത്തോണ്ടിരിക്കുക കേട്ടോ. ഫോട്ടോ താഴേക്ക് നോക്കും. ഫോട്ടോ എടുക്കുന്ന വീഡിയോ ആരും ഇടുന്നുണ്ട് കേട്ടോ. എന്റെ സമയമില്ലല്ലോ. നമുക്ക് ഷാപ്പിൽ പോവാം. എനിക്ക് വെള്ളം മതി. വെള്ളം മതിയോ? എനിക്ക് ഭയങ്കര കാണാം. നമുക്കെന്താ ലൈം കുടിക്കാം. വേണ്ട വെള്ളം മതി. ലൈം കുടിക്കാം. ലൈം കുടിക്കാം. എനിക്ക് വെള്ളം ഉണ്ടെങ്കിൽ മതി. കുട്ടി ഫസ്റ്റ് തന്നെ പോയി കൈയിട്ടേക്കും അതില് എടുക്ക്. ഇല്ല എനിക്കെല്ലാം തണുക്കുന്നു. ശരി, ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു. ബൈ ട്ടോ. ഇപ്പൊ ഒരു 5 മിനിറ്റ്. ശരി ബൈ. ഞങ്ങൾ പോവുക കേട്ടോ. അവളും കൂടെ ഞാൻ കയറ്റി വിട്ടിരിക്കുകയാണേ. അങ്ങനെ ഞങ്ങളെല്ലാവരും പോവുക കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും മറക്കല്ലേ. എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. ഞാൻ മദർ ടാങ്ക് എന്ന് പറഞ്ഞൊരു കടയിൽ നിന്നാണ് കേക്കെല്ലാം വാങ്ങിച്ചിട്ടുള്ളത്. അവിടുത്തെ കേക്കൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, കുറച്ച് വീഡിയോസും അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അവിടെ പോയി എന്തായാലും വാങ്ങിക്കണേ.